सद्गुरु ओंकारा। जय गुरु ओम गुरु जय जयकार धा। जय गुरु ओम गुरु जय जयकार धा। कुलगुरु ओंकारा। നമസ്കാരം. ഞാനാണ് ഈ കൂട്ടറ മൂപ്പൻ. മൂപ്പൻ എന്ന് വെച്ചാൽ മറ്റേ തെങ്ങ് കയറാമാന്ന് മൂപ്പനല്ല കേട്ടാ, കാട്ടുമൂപ്പനും അല്ല, തലവൻ മിസ്റ്റർ റോളക്സ്. റോളക്സ് അല്ല, വിശാഖം തരുന്നാൾ ബിച്ചുവാനന്ദ തിരുവടികൾ. മുമ്പ് പിച്ചാത്തിക്ക് പിടിയിടുമായിരുന്നു. ഇപ്പം ആൾക്കാർ പറ്റിക്കപ്പെടാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടും ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവർ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് കുറച്ചധികം പൈസയും കൊണ്ട് നടക്കുന്നത് കൊണ്ട് എന്നെ പോലുള്ള പാവപ്പെട്ടവർ അവരെ ഊമ്പിച്ച് ജീവിക്കുന്നു. എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, എന്റെ പക്കൽ നിന്നും പോയിട്ടുള്ള ഈ കുഞ്ഞാടുകൾ ഉടൻ തന്നെ തിരിച്ചു വരണം. കാരണം ഈ ഇട്ടിരിക്കുന്ന തുണി, മാല, വട്ടി, ചട്ടി, പെട്ടി, ചെമ്പുപാത്രം, ഓട്ടുള്ളി, ബീർ കുപ്പി വിൽക്കാറുണ്ടോ? ഞാൻ പഴയ എൻ്റെ ജോലിയിലേക്ക് പോയി. ഓക്കെ, പ്രൊഫഷണൽ എൻ്റെ മെയിൻ. ഓക്കെ, അപ്പൊ അവരെടുത്ത് പെട്ടെന്ന് അതൊക്കെ ആയിട്ട് ഇങ്ങനെ വരാൻ പറയണം. ഇല്ലാന്നുണ്ടെങ്കിൽ വാടക കൊടുത്ത് ഞാൻ മുടിയാറായി ഉടനടിയാ തിരിച്ചു വരിക. ഓക്കെ പൊന്നു, ഇതാണ് ബാബാജി. ഞാൻ നോക്കിയപ്പോൾ സുന്ദരൻ, അതിസുന്ദരൻ. എന്നെ പോലെ ഒരാളിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല ആർക്കും. കാരണം അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ എന്നെ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അയ്യോ, അത് അങ്ങനെ ഒന്നും പറയില്ലേ ചേച്ചി. ഇച്ചിരി സ്ട്രോങ്നെസ് കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ചേച്ചിയുടെ പല്ലിന്റെ എണ്ണം കുറേ, എല്ലിന്റെ എണ്ണം കൂടും, ആ അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് വലിയ സ്ട്രോങ് ഒന്നും വേണ്ട, ഒരാണ് അത് മതി. അതിൽ കൂടുതലൊന്നും ആഡംബരം ഇതിന് അത് വേണ്ട. ഒട്ടം കൊണ്ടല്ലേ കാണുന്നവർ ചിലപ്പോൾ വിശ്വസിക്കത്തില്ല അത് ആണാണെന്നുള്ളത്. അതുകൊണ്ടാണ് അത് ഇദ്ദേഹമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പിന്നെ ബാബുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ട് അറിയാം. ബാബുസ്വാമിയാ? സ്വാമിയുടെ ഒക്കെ പേര് നോക്കെ ബാബു. ബാബുസ്വാമി എന്നല്ല നമ്മളുടെ ബാബുവേ, ബാബു അങ്ങനെയാണ് ബാബുസ്വാമി. ഓ, സ്വാമിയുടെ പേരെ കൊണ്ട് ബാബുസ്വാമി, ബാബു അത് മതി. എന്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. മനോഹരമായ ദിനങ്ങളായിരുന്നു ബാബുസ്വാമി. ബാബുസ്വാമി നമ്മള് നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ. നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി. ഓ, ബാബുസ്വാമിയുടെ ആ ചുടല ഭക്തിയോടുകൂടിയുള്ളൊരു ഡാൻസ് ഉണ്ടല്ലോ, അതായിരുന്നു കാണേണ്ടത്. CC ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ കാണാൻ സാധിച്ചതിനായിരുന്നു ജനങ്ങൾക്ക്. എന്തായാലും ആശ്രമത്തിൽ ചെന്ന്, ആശ്രമത്തിൽ തൊഴുതായിരുന്നോ? പൂക്കൾ വർഷിച്ചായിരുന്നോ? അല്പം വെള്ളം മൊന്തയുടെ ഇതിനകത്ത് കുടഞ്ഞായിരുന്നോ? അങ്ങനെ വല്ലോ ബാബുസ്വാമി ചെയ്തായിരുന്നോ ബാബുസ്വാമി? എന്തായാലും ബാബുസ്വാമി കൊള്ളാം. നമ്മുടെ നാട്ടിൽ പറ്റിക്കപ്പെടാനായിട്ട് ആൾക്കാരുള്ളിടത്തോളം കാലം. എന്തായാലും ഞാനിത് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഇപ്പൊ വന്നിരിക്കുന്ന ബാബുസ്വാമിയുടെ ആണെങ്കിലും ശരി, ചണ്ടാല ഭാവയുടെ ആണെങ്കിലും ശരി, എന്താണ് ഇവരുടെ ഉദ്ദേശമെന്നും എന്താണ് ഇവർ ഇവിടെ കാണിച്ചു കൂട്ടാൻ പോകുന്ന കാര്യങ്ങളെന്നും വ്യക്തമായിട്ട് ഈ വീഡിയോക്കകത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യാവും. ചിലപ്പോൾ ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ ധ്യാനിക്കുകയും തപസ് ചെയ്യുകയും സന്തോഷപ്പെടുത്തുകയും വീട്ടിൽ ഫോട്ടോ വെച്ച് വിളക്ക് കത്തിക്കുന്ന ചില ആൾക്കാരൊക്കെ കാണും നിങ്ങൾക്കിടയിൽ. അങ്ങനെയൊക്കെ ഉള്ളവരും കൊണ്ട് ഒന്നുകൂടെ വേണമെങ്കിൽ കണ്ടു നോക്കിക്കോ. എനിക്കറിയാവുന്ന രീതിയിൽ, നിങ്ങളെക്കാട്ടിലും ചിലപ്പോൾ പ്രായം കുറഞ്ഞ വ്യക്തിയായിരിക്കും, എനിക്കറിയാവുന്ന രീതിയിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ സംഭവം എന്തുവാണെന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എന്തായാലും ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഈ വീഡിയോസ് ഒക്കെ കുറച്ച് കണ്ടു കാണുമായിരിക്കും. എന്നാലും നിക്കി നിങ്ങൾക്ക് ചുമ്മാ പോകേണ്ട ആവശ്യം വരത്തില്ല. നിങ്ങൾക്ക് എന്തായാലും പ്രയോജനപ്പെടും ഈ ഒരു കാര്യം. എന്തായാലും ഇത് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഒന്ന് കണ്ട് കുറച്ചധികം ക്ലിപ്പുകൾ കാണിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം. അതായിരിക്കും ഇതിനകത്ത് ഏറ്റവും നല്ലൊരു കാര്യം. അടുത്തത് ഓം നമഃ ശിവായ ശിവായ ഓം നമഃ ശിവായ ശിവായ നമഃ ഓം നമഃ ശിവായ ശിവായ നമഃ ഓം നമഃ ശിവായ ശിവായ നമഃ ഓം നമഃ ശിവായ ശിവായ നമഃ. എന്തിനാ ഈ പരിപാടിക്കിടയിലേക്ക് ഈ ഒരു പാട്ട് എടുത്ത് കയറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തായിരിക്കും മനസ്സിലാവുന്നത്? കുഴി കുത്തി അതിനുള്ളിൽ ഇല വെച്ചിട്ടാണ് ഇവർ ആഹാരം കൊടുക്കുന്നത്. അപ്പം നമ്മളെ ഇവരെന്താണ് ചിന്തിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇവരെന്താണ് കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കണം. ഇവിടെ തിരിഞ്ഞു നോക്കിയാൽ കറക്റ്റായിരിക്കും കാണുന്നത്. നിങ്ങൾ പഴമയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. തിരിഞ്ഞു നോക്കുമ്പോഴത്തേന് പണ്ട് കാലത്ത് ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ നിലനിൽക്കുന്ന കാലത്ത് അങ്ങനെ ഒരു തീണ്ടായ്മ ഉണ്ടായിരുന്ന സമയത്ത് പരമ്പിൽ കൂടെ നടക്കുമ്പോഴത്തേന് അടിയൻ അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ വന്ന് ഒന്ന് അകലം പാലിച്ച് മാറി നിൽക്കുക. അമ്പലത്തിൽ പ്രവേശനമില്ല, അവർക്ക് പാത്രത്തിൽ കഴിച്ചുകൂടാ, മാറണം മറച്ചുകൂടാ. ആ കാലയളവിൽ ഇവരെങ്ങനെയാണ് ആഹാരം കഴിച്ചിരുന്നത്? പറമ്പിലെ പണി ചെയ്തതിനു ശേഷം തമ്പ്രാന്റെ വീട്ടിലേക്ക് വന്നിട്ട് അവിടെ കുഴി കുത്തി ഇലയിട്ടിട്ട് അതിന്റെ താഴെയിലായിരുന്നു ആഹാരം വെച്ച് കൊടുത്തിരുന്നത്. അതേ പരിപാടിയാണ് ഇവരവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്തുവാണ്? വീണ്ടും അവർ ആരെയാണ് അവിടെ മാർക്കറ്റ് ചെയ്യുന്നത്? വേടൻ എന്ന് പറയുന്ന ആ ഗായകനുണ്ടല്ലോ, ആ ഗായകൻ കാണിച്ചുകൊണ്ടിരുന്ന പരിപാടി എന്തുവാ? താഴ്ന്ന ജാതിയിൽപ്പെട്ട
അതായത് പെട്ടെന്ന് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അതായത് ഈ ആൾക്കാർക്ക് പൊതുവെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ സ്വാധീനതയും സ്വീകാര്യതയും അവരെ മാർക്കറ്റിംഗ് തന്ത്രത്തിലേക്ക് പിടിച്ചു വരുത്തുന്ന ബാബാഷാമിയുടെ തന്തയില്ലായ്മ, അങ്ങനെ വേണം നമുക്ക് ഇതിനെ പറയാം. അടുത്തത് കാണിച്ചു ഇതുപോലെ തന്നെയാണ് ബാബാഷാമി അടുത്തത്. കാണാൻ നല്ലൊരു പെങ്ക്, ഇവക്ക് വേറെ പണിയൊന്നുമില്ല. കൊച്ച സ്കൂളിലെ കാണാൻ പടി വെച്ചായിരുന്നിട്ട് വന്നിട്ട് കാലിന്റെ താഴെ ബുക്ക് നോക്കി പൂജ ചെയ്യുന്നു. ബാലരമയാണോ? ഇവനൊന്നും ബാലരമ പോലും പറ്റത്തില്ല, വേറെ വലുതായിരിക്കും. ഇപ്പൊ MDMA പവർ കണ്ടോ കേട്ടോ, അല്ലെങ്കിൽ ഇത്ര ആവേശം ഒന്നും കണ്ടത്. ഉറക്കമൊന്നുമില്ല, കണ്ണൊക്കെ കുഴിഞ്ഞ് അകത്തോട്ടിരിക്കും. ഇവൻ മറ്റേ അടിച്ച് ഉന്മാദ ലെവലിലെത്തി അങ്ങ് വേറൊരു ലോകത്തെത്തിയപ്പോഴത്തേന് ഞാനാണ് ആത്മാവ്, ഞാനാണ് ദൈവം, ആത്മീയതയുടെ തിരുതമ്പുരാൻ ഞാനാണെന്ന് മനസ്സിലാക്കിയ ശേഷം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന ഏതോ ഒരു കുത്തിത്തിരിപ്പ് മേലാണെന്ന് എനിക്ക് ഇവനെ വിശേഷിപ്പിക്കാൻ കഴിയത്തുള്ളൂ. കാരണം ഇവൻ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ, ഇവന്റെ ഒരു ഇന്റർവ്യൂയുടെ പീസ് ഞാനത് വെക്കുന്നുണ്ട്. ആ ഇന്റർവ്യൂയുടെ പീസും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവൻ എന്താണ് ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ഉദ്ദേശിക്കുന്നതും അതിലൂടെ ഇവൻ എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. നാളെ വാദം എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും പബ്ലിസിറ്റി ഉദ്ദേശിക്കുന്നില്ല. എടാ നാണോ ഇല്ലാത്തവരെ പബ്ലിസിറ്റി ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എന്താണ് ഈ ക്യാമറമാന്മാരോടൊന്നും നിങ്ങൾ കയറ്റി നിർത്തിയത്? ഇറക്കി വിടണമായിരുന്നു. പബ്ലിസിറ്റി ഉദ്ദേശിക്കുന്നില്ല. അടുത്ത പോയി 2-3 ഇന്റർവ്യൂ പോയിരിക്കും. പബ്ലിസിറ്റി ഉദ്ദേശിക്കുന്നില്ല. കാരണം നമ്മളൊക്കെ 2 അടി കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ പബ്ലിസിറ്റി ഇവന്റെ ഈ പരിപാടിയും തീരും. 40 വയസ്സുണ്ടെന്നൊക്കെ പറയുന്നത് എന്നെക്കാട്ടിൽ മൂത്ത. പക്ഷെ കാണിക്കുന്ന തമ്മാടിത്തരത്തിന് 41, 41, 31 ഇല്ല. അടിച്ച് കാരണം പൊളിച്ച് 4 പല്ലെങ്കിലും മിനിമം അടിച്ചാണ് പരിപാടിയെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ കാലിൽ പൂടാനും വെള്ളം ഒഴിക്കാനും ആ വെള്ളം കുടിക്കാനും കിണ്ടിലും മൊന്തയിലും വെള്ളം നിറയ്ക്കാനും അതിൽ കുറെ വാണങ്ങൾ. ദൈവമേ, നാട്ടിൽ വാണങ്ങൾ കൂടി വരുവാണല്ലോ. അതാണ് അടുത്തത്. ദൈവത്തിന്റെ പോരാളിയായി വേണ്ടവരെ വേണ്ട വിധം വേണ്ട സമയത്ത് തന്നെ മറുപടി നല്ല നല്ല വ്യക്തികൾ, അല്ലെങ്കിൽ ഒരുപാട് ജനങ്ങൾക്ക് പ്രചോദനമായിട്ടുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ കാണുന്ന ആൾക്കാർക്ക് ഇങ്ങനെ പൂവൊക്കെ ഇട്ട് നടന്നു വരുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനൊരു അർത്ഥം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഇവര് വന്ന് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിരുന്നുണ്ട്, കണ്ട കമന്റ് വായിച്ചിട്ട് അവന്റെ തള്ളയ്ക്കും തന്തയ്ക്കും അവന്റെ മുത്തിക്കും കുഴി കിടക്കുന്ന അപ്പൂപ്പന് വരെ വിളിക്കുന്നു, അവരുടെ ലൈംഗികത വെച്ച് സംസാരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ചേച്ചിയെ വിളിച്ചോണ്ട് വന്നിട്ട് പൂ ഇട്ടിട്ട് അതിന്റെ പുറത്തൂടെ നടത്തുന്നു. നല്ല കാര്യമാണ്, നല്ല കാര്യം. കാണുന്ന ഞങ്ങൾക്ക് നിങ്ങൾ ഈ കാണിക്കുന്നതിന്റെ അത്രയും അധികം നല്ല സത്യസന്ധത ഉണ്ടെന്നും നിങ്ങൾ ഈ കാണിക്കുന്ന ആത്മാർത്ഥതയോടെയാണെന്നും കാണുന്നവർക്ക് മനസ്സിലാവുന്നല്ലോ. അതിലൂടെ ഈ കാണുന്ന 3.5 കോടി ജനങ്ങളിലും നിങ്ങളോടുള്ള വിശ്വാസം, അതായത് ഇങ്ങനെ കൈ കൂപ്പി പറയാനുള്ള വിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ആത്മീയത ഉണ്ടല്ലോ, അത് വളരെയധികം നന്നായിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ തന്നെ തുടരുക. ഇതുപോലുള്ള ആൾക്കാരെ മാത്രം നിങ്ങളുടെ ആശ്രമത്തിലേക്ക് വിളിക്കുക. ആശ്രമമാണോ അതോ ഇനി അടുത്ത് നോക്കാം. അടുത്ത പരിപാടി, അടുത്ത സംഭവങ്ങളെല്ലാം കയ്യിലുണ്ട്. ഇനി നിങ്ങൾക്ക് കാണിക്കാനായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതാണ് മെയിൻ. മക്കളെ വീഡിയോ ഒന്ന് കണ്ടോക്കിയ ദൈവത്തിന്റെ കാല് കഴുകിയിട്ടേ ആ വെള്ളം കുഴിതാലിയിൽ ശേഖരിച്ച് വെക്കേണ്ട മൂപ്പരാണ്. അത് കുടിക്കാൻ ആർക്കൊക്കെ ഭാഗ്യം കിട്ടാണോ? വല്ലാത്തൊരു അവസ്ഥ അല്ലേ? കേരളത്തിലാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ MDMA ഉറക്കമൊന്നുമില്ല. അവരൊന്ന് ഓട്ടുമായിട്ടോണ്ടിരിക്കുന്നു. സ്വാമി നടനാനന്ദ തിരുവടികൾ നടുക്കിരുന്ന് ചണ്ടാല ബാബ ഇരുന്ന് നല്ല ഓട്ടുവായൊക്കെ ഇട്ടോണ്ടിരിക്കുക. അപ്പൊ ബാബയ്ക്ക് ഉറക്കം കൊടുക്കും. കാലും കഴുകി ആ വെള്ളം എടുത്ത് ആ വെള്ളം പാക്കറ്റിനകത്താക്കി വിൽക്കുമായിരിക്കും. മറ്റേ ബിരിയാണി ചെമ്പിന് അത് തുപ്പിയിട്ട് കൊടുക്കുമല്ലോ. ചിലരും ആഹാരം കൊണ്ടുവന്നിട്ട് ഇവരെ കയ്യിൽ കൊടുക്കുമല്ലോ, മുസ്ലിയാർ കയ്യിൽ തുപ്പാനായിട്ട്. എന്തോ അതിനകത്ത് വലിയ ദിവ്യ തുപ്പലുണ്ടെന്ന് പറഞ്ഞിട്ട് അതുപോലെ ഈ കാല് കഴുകിയിട്ട് ആ വെള്ളമായിട്ട് പോവുക. ചിലപ്പം 1 ലിറ്ററിന് 1151 രൂപ 25 പൈസക്ക് ആയിരിക്കും. പുറത്ത് മേടിക്കാൻ ആളുണ്ട്, നമ്മുടെ നാട്ടിൽ മേടിക്കാൻ ആളുണ്ടെന്ന്. കുറെ പൈസ നോട്ടുകെട്ടുകളാണ്. ഈ നോട്ടുകെട്ടുകൾ കൊണ്ട് എന്ത് ചെയ്യണം? അപ്പൊ പറയും ഇതിനകത്ത് കുറച്ച് നോട്ടുകെട്ടുകൾ അവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ആഡംബരപൂർണമായ ജീവിതത്തിലേക്ക് ജീവിക്കാൻ കഴിയും. അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കിന് എന്നാ ഈ കുറച്ച് നോട്ടുകെട്ടുകൾ ഞാൻ നിങ്ങൾക്ക് തരാം. ഇതാണ് പറ്റിക്കപ്പെടുന്ന ഒരു സൈഡിലുള്ള ആൾക്കാർ. രണ്ടാമത്തെ സൈഡിലുള്ള ആൾക്കാർ എന്താ, ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പോലും ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിന് ഒത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, സ്വന്തമായിട്ടൊരു നിലപാട് കാണത്തില്ല, സ്വന്തമായിട്ടൊരു വിശ്വാസം കാണത്തില്ല, സ്വന്തമായിട്ട് കാര്യങ്ങൾ ഗൗരവത്തോടു കൂടി പ്രാപ്തിയോടുകൂടി ചെയ്യാനായിട്ട് കാണത്തില്ല. അതായത് കഴിവ് കെട്ടവന്മാര്. ആ കഴിവ് കെട്ടവരുടെ ഇടയിലും ഇവരെ പോലുള്ള വ്യക്തികൾക്ക് നല്ലൊരു വളമുണ്ട് വളരാനായിട്ടുള്ള. ഇങ്ങനെ ഈ 2 തരത്തിലുള്ള ആൾക്കാർക്കിടയിലാണ് ഇവർക്ക് വളം. ഈ 2 തരത്തിൽ ആദ്യത്തെ തരം ഉണ്ടല്ലോ, ആദ്യത്തെ തരവും രണ്ടാമത്തെ തരവും, ഈ 2 തരത്തിലുള്ള ആൾക്കാർ ഇവർ എന്തായാലും പൈസ കൊടുക്കും. ഇവർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ജോലി ചെയ്താൽ പൈസ ഇവർക്ക് കൊടുക്കും. ഇവരാണെങ്കിൽ മറ്റേ അധികം ഇരിക്കുന്ന പൈസയോട് കുറച്ച് വാരി ഇവർക്ക് കൊടുക്കും. അതാണ് ഇവരുടെ ജീവിത മാർഗം. ഈ കാണിക്കുന്ന തോന്നിവാസങ്ങൾ കാണിക്കാനും ഈ കാല് വരി വെള്ളം എടുക്കാനും ഇങ്ങനെയൊക്കെ കാണിക്കാനൊക്കെ. എന്നിട്ട് പറയും ഞാൻ ദൈവമല്ല,
ഞാൻ ആൾ ദൈവമല്ല, ഞാൻ ഗുരുവാണ്. എന്റെ ഗുരു നിങ്ങൾ വന്ന് കൺസൾട്ട് ചെയ്യുക, ഗുരു പൂജ ചെയ്യുക. എഴുന്നേറ്റ് പോടാവുന്ന എഴുന്നേറ്റ് വേറെ വല്ല പണിക്കുന്നു, വല്ല വാർപ്പിന്റെ പണിക്ക് പോയായിരുന്നു അതിന് നല്ലതാണ്. നമ്മൾ മാതൃകുല ധർമ്മരക്ഷാ ആശ്രമം അതിൻ്റെ മഠാധിപതി സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. മഠാധിപതിയെ മഹാചണ്ടാള ബാബ മലവാരി മുത്തെന്നാണ് പറയുക. ഇതോ മലം വാരി ആര് വാരി? ഞാൻ അപ്പോഴേ പറഞ്ഞ് ഇവ മറ്റേ എന്തോ അതിന് പറയുന്ന പേര് ആ പണിക്ക് പൊക്കോട്ടിരുന്നേ മലം വാരി എന്നൊക്കെ പറയുന്നു. ഇത് ആദിവാസി ദലിത് സമൂഹത്തിൻ്റെ സ്വത്വാധിഷ്ഠിത ആത്മീയതയെ നിലനിർത്തുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വേണ്ടി നിലനിൽക്കുന്ന ഒരാശ്രമമാണ്. പിന്നെ എല്ലാ മതങ്ങളെയും എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണണമെന്ന് പഠിപ്പിക്കുന്ന ഒരു സന്ദേശം. അത് നൂതനമായിട്ട് ആശയങ്ങളും ആദർശങ്ങളും വിശ്വാസമൊക്കെ പഴയ രീതിയിൽ തന്നെ ഇരുന്നുകൊണ്ട് ആദിവാസി ദളിത് ആൾക്കാര് അന്ന് ചെയ്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാനും അവരുടെ സംരക്ഷണത്തിനും വേണ്ടിയിട്ട് നിലകൊള്ളുന്നു. അയ്യോ വലിയ 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 സന്തോഷം. ഇതിനൊക്കെ പറ്റിക്കാനായിട്ട് അവരെ ഇനിയുള്ള അവസാനം. അതുകൊണ്ടാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ പേരും പറഞ്ഞു അവർ വിചാരിക്കും ഞങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് ഞങ്ങൾക്കൊരു ദൈവം വന്നത്. ഒന്നുമല്ല. കാര്യവിവരം എന്ന് പറയുന്നൊരു സാധനമില്ല. നിങ്ങൾക്ക് ആ ജനങ്ങൾക്കല്ല, ആ ജനങ്ങളെ നിങ്ങൾക്ക് പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ കുറെ ആശയങ്ങൾ അവരിപ്പോഴും താഴെയാണെന്ന് പറഞ്ഞിട്ട്. ഞാനും ഒരു താഴ്ന്ന ജാതിപ്പെട്ട ഒരാളാണ്. എനിക്ക് പല ജോലി അവസരങ്ങളിലും PSCയിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ശരി, ഈവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ശരി, നമുക്ക് പല കാര്യങ്ങളിലും ഒരു കൺസെഷൻ ഉണ്ട്, ആനുകൂല്യങ്ങളുണ്ട്. അതുപോലെ തന്നെ അതിലും താഴ്ന്നിട്ടുള്ള ആൾക്കാർക്ക് എന്തായാലും അതെല്ലാം ഉണ്ട്. അതെല്ലാം യൂട്ടിലൈസ് ചെയ്ത് മുകളിലേക്ക് വരണമെന്നുള്ളവർ മുകളിലേക്ക് വരും. അതില്ലാതെ ഇപ്പോഴും ഈ 25ാമത്തെ വർഷവും ഇരുന്നുകൊണ്ട് നമ്മൾ താഴ്ന്നതാണ്, നമ്മളെപ്പോഴും അവരുടെ മുന്നിലേക്ക് പോകരുത് എന്ന് ചിന്തിക്കുന്ന തോട്ട് പ്രോസസ് ഉള്ള ജനങ്ങളുണ്ടല്ലോ, ആ തോട്ട് പ്രോസസ് ഉള്ള ജനങ്ങൾക്കാണ് ഇവരെ പോലുള്ള ആൾക്കാർ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത്. അതൊന്ന് മാറ്റി കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് അവർക്കൊരു അവർക്ക് കൊടുക്കേണ്ടതെന്ന് പറയും. ഈ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് മുമ്പും അല്ലെങ്കിൽ ഇവരെ കൊണ്ടുവന്ന് ഈ പരിപാടികളൊക്കെ ചെയ്യിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള ജനങ്ങളെല്ലാം പിടിച്ചു കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഇവർക്ക് വ്യക്തമാക്കി കൊടുക്കണം. ചിലപ്പോൾ ഇങ്ങനെ കൈമുറിച്ച് കാണിച്ചു കൊടുക്കണം. കണ്ടോ, ഇവിടെ ചോര അവിടെയും ചോരയാണ് വരുന്നത്. നിങ്ങളും 2 കാല് വെച്ച് നടക്കും, നമ്മളും 2 കാല് വെച്ച് നടക്കും. നമ്മൾ കഴിക്കണമെങ്കിൽ കൈ വായിലോട്ട് തന്നെ പോകണം, അവരും കഴിക്കണമെങ്കിൽ കൈ വായിലോട്ട് തന്നെ പോകണം. ശ്വസിക്കുന്നത് ഒരേ എല്ലാം സെയിം ആണെന്ന് കാണിച്ചു കൊടുക്കണം. അതായത് ഈ കാര്യവിവരം സ്വന്തമായിട്ട് ചിന്തിച്ചെടുക്കാൻ പറ്റാത്ത ജനങ്ങളോട് എല്ലാം പ്രോപ്പറായിട്ട് കാണിച്ചു കൊടുത്തിട്ട് അവരുടെ വികസനം എന്താണെന്ന് കാണിച്ചു കൊടുക്കണം. പക്ഷേ എന്തായാലും നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾ അത് കാണിക്കത്തില്ല. കാരണം അവർക്കും കൂടെ ബുദ്ധി വെച്ച് കഴിഞ്ഞാൽ ഇവനെ പോലുള്ളവർക്ക് നിലനിൽപ്പ് കാണത്തില്ല. അതേ ഉപയോഗിക്കുന്നേ ആ സെയിം സാധനം, അതായത് രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്ന രീതി എന്താണോ ആ രീതിയുടെ ഒരു നേർ ഓപ്പോസിറ്റ് ഉള്ള കാര്യമാണ് ഇതുപോലുള്ള ആൾദൈവങ്ങള്, കുരുകള് പരുകള് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത്, ആ ആസിഡിൻ്റെ ഒഴിച്ച ആളുടെ മനസ്സിനേക്കാൾ എനിക്ക് ഒഴിച്ചവനോടും ദേഷ്യമില്ല, ആരോടും. എനിക്ക് ഒറ്റ ചോദ്യമുള്ളൂ, അയാളോട് എനിക്ക് ചോദിക്കില്ല എന്തിന് എന്നെ ഇങ്ങനെ ചെയ്തു, ഇതിന് ഉത്തരം കിട്ടിയാൽ എന്തിനു ചെയ്തു, ഞാൻ ആരെയും ഉപദ്രവിച്ചല്ലോ. ഞാനൊരു ജനതയ്ക്ക് വേണ്ടിയിട്ട് അവർക്കറിയില്ല അവർ ഇന്നും അടിമയാണെന്ന്. അതിനെക്കുറിച്ച് എന്നുവെച്ചാൽ അറിവ് നേടിയോണ്ട് എനിക്ക് തോന്നുകയാണെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് അത് പറയണ നേരത്ത് ഉപദ്രവിക്കണമെന്നെങ്കിലേ അവരുടെ തുടരാം. അറിവ് നേടിയോ എപ്പാ? ഇത് അറിവാണ് കാണിക്കുന്നത്. അപ്പൊ അറിവുള്ളവർ എങ്ങനെയല്ലേ പെരുമാറുന്നത്? ദൈവമേ, ഇപ്പൊ നമുക്കൊന്നും അറിവില്ല സത്യം പറഞ്ഞു. ഇവരെ പോലുള്ളവർക്കാണ് അറിവെന്ന് പറഞ്ഞ സാധനമുള്ളത്. നമ്മളിപ്പോ എന്തുവാടാ, നമ്മൾ വേറെ ഏതെങ്കിലും ഗ്രഹത്തിലാണോ? ഇവൻ വേറെ ഏതെങ്കിലും ഗ്രഹത്തിലാണോ അറിവ് സംഭവിക്കുന്നത്? നമ്മളൊക്കെ വായിക്കുന്നതന്നല്ലേ ഇവനും വായിക്കുന്നത്? അല്ല, ഇവൻ വേറെ എന്തൊക്കെയാ വായിക്കുന്നത്. അതുകൊണ്ടാണ് ഇമാതിരി പരിപാടിയായിട്ട് വരുന്നത്. അടുത്തത്, എന്നെ കണ്ണാന്ന് വിളിക്കുന്നവരുണ്ട്, ഷാൻ എന്ന് വിളിക്കുന്നവരുണ്ട്, എന്നെ സുഗ്രീവ എന്ന് വിളിക്കുന്നവരുണ്ട്. അതാരുടെ അവനെ സുഗ്രീവ എന്ന് വിളിക്കുന്നത്? ഒരു മര്യാദ വേണം കേട്ടല്ലോ, വിളിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്. കണ്ണാക്കും എന്താ വേണമെങ്കിലും വിളിക്കാം, ചുമ്മാ ആവശ്യം വിളിക്കാം. എന്നെ പലതും വിളിക്കുന്നവരുണ്ട്. എന്റെ കൂട്ടുകാരൊക്കെ എന്നെ മൈരേന്ന് വിളിക്കുന്നുണ്ട്. അത് ചിലപ്പോ ശരിയായിരിക്കും. നീ കൊല്ലം ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ മൈരേ എന്നുള്ള വിളി ആയിരിക്കത്തില്ല, താവച്ചുള്ളതായിരിക്കും കൂടുതൽ നിനക്ക് കിട്ടാനായിട്ട് ചാൻസ് വളരെ അധികം. അതുകൊണ്ട് കൊല്ലം തിരുവനന്തപുരം സൈഡിലോട്ടൊന്ന് ഒരു കാലെടുത്ത് കുത്തരുത്, ഉള്ള കാര്യം പറയാം. അന്ന് വിചാരിച്ച് നിങ്ങൾ മൈരേന്ന് വിളിച്ചാൽ എനിക്ക് ഇഷ്ടാവോ? ഓരോരുത്തര് ഓരോന്ന് വിളിക്കുന്നത് ഇഷ്ടപ്പെടുന്നവരില്ലേ, അവര് ദേവിന്ന് വിളിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം. അത് നല്ല കാര്യമല്ലേ. ഇപ്പൊ ദേവിന്ന് വിളിക്കുന്ന ഇഷ്ടപ്പെടുന്നവരാണ്, ദേവാന്ന് വിളിക്കുന്ന ഇഷ്ടപ്പെടുന്നവരാണ്. അയ്യോ, ഇപ്പൊ എന്റെ ക്ലാസ് അറിയുന്ന കുട്ടിയായിരുന്നു. വിഷയമൊന്നുമില്ല. അത് നല്ല കാര്യം. അടുത്ത് നമുക്ക് തീട്ടം തിന്നുന്ന പട്ടിക്ക് കുച്ചിട്ടാണ്ടോ നാറ്റം? അത് നാറ്റൊന്നും ഉണ്ടാവൂല. കാരണം അവര് നാഗസൈരന്ത്രി ഉണ്ണുന്നു, ദേവി ഇതാ ഇരിക്കുന്നു, ദേവി എണീക്കുന്നു, തെറികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
തെറികളല്ല, അവരാ വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ബാബാജി ഇരിക്കുന്നു, ബാബാജി നിൽക്കുന്നു, ബാബാജിനെ പൂജിക്കുന്നു. തെറികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിയാതെ ഒറിജിനൽ ആയിട്ടുള്ള കാര്യമൊക്കെ പുറത്തോട്ട് വന്നിട്ട് തെറികളല്ല, അവരവരോട് പറയാനുള്ള കാര്യങ്ങളാ. കാണിക്കുന്ന ഉടായ്പാണെന്ന് ചെയ്യുന്നവർക്കും അറിയാം, കാണുന്നവർക്കും അറിയാം. പിന്നെ ഇതെങ്ങനെ വളരുന്നു അറിയുന്നില്ല. ഇതൊക്കെ വിറ്റിട്ട് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരിരിക്കുന്നത്. അത് നിങ്ങൾ പോലെയുള്ളവർ എടുത്തു കൊണ്ടുപോയ വീഡിയോസ് എന്താണ് സത്യം എന്നറിയാതെ അവിടെ ഇവിടെയും മുറിച്ച് എന്തൊക്കെയോ പിച്ചും പേയും പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരോട് കണ്ണന്റെ വാക്കുകളൊന്നും അവർക്ക് ഏശില്ല. കാരണം അവര് തീട്ടം നിന്നിട്ട് വളരുന്ന പട്ടികളാണ്. കണ്ണന്റെ വാക്ക് വെറും കുശുവ പോലെ അവർക്ക് തോന്നുള്ളൂ. കണ്ണൻ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഗുരുവിൽ നിന്നും കിട്ടിയിട്ടുള്ള അറിവുകളാണ് ജനങ്ങൾക്കിടയിലേക്ക് പകർന്നു കൊടുക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അതായിരിക്കും ഗുരു നേരത്തെ പറഞ്ഞത്, അറിവ് എനിക്കുള്ളത് കൊണ്ടാണ് എനിക്കിതെല്ലാം കാണാൻ സാധിക്കുന്നത്. ആ അറിവാണ് ഈ ശിഷ്യൻ, ഈ അടിമ ശിഷ്യൻ, അടിമ കണ്ണൻ, സുണ്ണാപ്പി കണ്ണനായിട്ട് നിങ്ങൾ പകർന്നു കൊടുത്തത്. എന്തായാലും പകർന്നു കൊടുത്തുള്ള അറിവ് വ്യക്തമായിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ താങ്കളുടെ ശിഷ്യൻ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തത് സ്വർണം കെട്ട നേതാക്കളെ കൊണ്ടുപോയപ്പോൾ ഹായ് സാർ എന്നാണ് പോലീസുകാർ വിളിച്ചിട്ടുള്ളത്. ശങ്കരൻ്റെ അമ്മ മരിച്ചപ്പോൾ ശങ്കരൻ അമ്മയുടെ അടുത്തുണ്ടായി. ചണ്ടാളൻ്റെ അമ്മ മരിച്ചപ്പോൾ ചണ്ടാളൻ ജയിലിലാണ്. ആരും കൊന്നിട്ടും പിടിച്ചു പറിച്ചിട്ട് 51 വെട്ടിയിട്ടുമല്ല. ഇതൊക്കെ നിയമപ്രകാരം ഇതിനൊന്നും പകരം ചോദിക്കാണ്ട് ഞാൻ നിയമപ്രകാരം പകരം ചോദിക്കാതെ ഞാൻ ഈ മണ്ണ് വിട്ട് പോകില്ല. മണ്ണ് വിട്ട് പോകണ്ട. നീ കുറച്ച് മണ്ണും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? കുറച്ചു മുമ്പ് നമ്മൾ കണ്ട ചണ്ടാളന്റെ ഭാഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ട ജനങ്ങളെ കേന്ദ്രീകരിക്കുന്നു എന്ന് ജനങ്ങളെ മനസ്സിലാക്കാനും അവർക്ക് വേണ്ടി സംസാരിക്കുന്ന വോയിസ് ഓഫ് പാവപ്പെട്ട ജനങ്ങൾ എന്ന രീതിയിൽ കാണിക്കുന്ന ഒരു വ്യക്തി. എന്നാൽ ഇപ്പോൾ നമ്മൾ കണ്ട വീഡിയോയ്ക്കകത്ത് കാണാൻ സാധിക്കും എന്താണെന്ന് അറിയോ? നമ്മളെപ്പോലുള്ള ന്യൂ ജനറേഷൻ ആൾക്കാരെ കേന്ദ്രീകരിച്ച് ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം. അതായത് വേടൻ എന്താണോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതേ സംഭവം ഇവിടെ പാട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. വരുന്ന വരികളും വായിൽ നിന്നും പുലമ്പുന്ന കാര്യങ്ങളെല്ലാം ഇതുമായിട്ട് സമാനതകൾ ഏറെയാണ്. കാരണം അപ്പം കുറച്ചധികം ന്യൂജൻപ്പെട്ട ആൾക്കാരെല്ലാം ഇതിൽ കേന്ദ്രീകരിക്കും. ഇതെല്ലാം നോക്കും, ആഹാ അവൻ അങ്ങനെ പറയുന്നുല്ലേ, ഇവരിങ്ങനെ പറയുന്നുല്ലേ. ഇതൊക്കെ സ്ഥിരം മാധ്യമത്തിൽ വരുന്ന പല കാര്യങ്ങളുമാണ്. പറയാൻ എഴുന്നു കഴിഞ്ഞാൽ ഞാനും നാളെ ഒരു ഗുരുവായിരിക്കും ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. പിന്നെ എനിക്ക് ഇതുപോലുള്ള ആഡംബര ജീവിതത്തിനുള്ളിൽ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും കണ്ടില്ല എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കഷ്ടമാണ്. അല്ലെങ്കിൽ ഞാൻ പണ്ടേ ഗുരു, റോൾസ് റോയ്സിൽ പോകുന്ന ഗുരു നിലയിലേക്കൊക്കെ വളരേണ്ട വലിയൊരു വ്യക്തിത്വത്തിനുടമയായിരുന്നു ഞാൻ. വേണ്ടാന്ന് വെച്ച പല കാര്യങ്ങളും. അപ്പം ഇത് ന്യൂ ജനറേഷന് പെട്ട ആൾക്കാർ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അവരുടെ ഫോണിലെ വാൾപേപ്പർ ഒക്കെ ആകാൻ വേണ്ടിയിട്ടുള്ള അണ്ണന്റെ, അതായത് സ്വാമി ചണ്ടാല ബാബയുടെ അടുത്തൊരു ശ്രമം. മക്കളെ, ചണ്ടാളവ പേരെടുക്കാൻ വേണ്ടിയിട്ടല്ല ഇന്ന് എന്നെ ആക്ഷേപിക്കുന്നതോടും പറയാനുള്ളതാണ്. ചണ്ടാളവ പേരെടുക്കാൻ വേണ്ടിയിട്ടല്ല. എൻ്റെ സംസാരത്തിൽ തീക്ഷ്ണത കൂടുന്നുണ്ടായിരിക്കാം. എനിക്കാണ് ശിഷ്യർ പണ്ട് വേണ്ടാന്നാ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് വരുന്നത് എന്താ അറിയോ? അങ്ങനെ പേരെടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു മേലെ ഇതുപോലുള്ള ഇന്റർവ്യൂ കൊടുക്കില്ല. നിങ്ങൾ എന്തെങ്കിലും പരിപാടികളും കോപ്രായങ്ങളും കാണിച്ചു കൂട്ടുന്നെങ്കിൽ അവിടെ ഒരു ക്യാമറ പ്രസൻസ് കൊണ്ടുവരരുത്. നിങ്ങൾ കാണിക്കുന്ന കോപ്രായങ്ങൾ ഒന്നും എടുത്ത് പ്രചരിപ്പിക്കരുത്. നിങ്ങൾ ആൾക്കാരിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നതിനകത്ത് വ്യക്തമായ കാര്യങ്ങൾ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായാലും. അല്ലാതെ ഈ കാണിക്കുന്ന പരിപാടിയെ കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ പരിപാടിയാ. പക്ഷെ അത് വരുന്നത് എന്താ അറിയോ? അവഗണനകളും അപകടങ്ങളും അനീതികളും അനുഭവിക്കുന്നവൻ്റെ വാക്കുകൾക്ക് മൂർച്ചയേറും. അത് കേരളം സഹിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ പട്ടുമെത്തിൽ പിറന്നവനാണ്. ചണ്ടാളവ പറന്നു വീണത് ചെറ്റക്കുടിലും ജീവിച്ചത് ജാതീയമായ അസ്പൃശ്യതകൾ അനുഭവിച്ചിട്ടുമാണ്. പറയുകയല്ല. മതം മാറിയിട്ട് ഹിന്ദുവായ ഒരു സന്യാസി സത്സ്വരൂപാനന്ദ എന്ന് പറയുന്ന മാർഗദർശക മണ്ഡല സന്യാസി എന്നോട് പറഞ്ഞത് ബാബാജി ജാതിയൊന്നുമില്ല നാട്ടിൽ എന്നാ പറഞ്ഞത്. അതെ ജനങ്ങളെല്ലാം ഇൻഫ്ലുവൻസ് ആവുന്നു കേട്ടോ. ഇൻഫ്ലുവൻസ് ആവാൻ പറ്റിയൊരു സാധനമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ആയേക്ക് കേട്ടോ. നിങ്ങളാരും വിട്ടുകൊടുക്കണ്ട. ഈ ഒരു സംഭവത്തിൽ പെട്ടെന്ന് കയറിയും പിടിക്കണം. സാധാരണ ജനങ്ങളെയും നമ്മുടെ നാട്ടിൽ നല്ലപോലെ ജീവിക്കുന്ന ജനങ്ങളെയൊക്കെ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സംഭവം, ഒരു ടോപ്പിക്കും ഒരു രീതിയും ആ ഉപയോഗിക്കുന്ന ഭാഷാ പ്രയോഗങ്ങളുമാണ് കളിയാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് കയറി ഇൻഫ്ലുവൻസ് ആയാൽ വളരെ നല്ലതായിരിക്കും. ഇട്ട് നടക്കാൻ ചെരുപ്പ് കൊടുക്കാനിരിക്കണം, ഒഞ്ചടക്കാൻ തൊപ്പി കൊടുക്കാനിരിക്കണം. എന്നിട്ടും എൻ്റെ ഒരു വീട്ടിലൊക്കെ തെളിഞ്ഞിലാവുത്തി അങ്ങനെ വിളിക്കേട്ടില്ല എന്ന് പറഞ്ഞു. ഒരു നേരത്തുണ്ട് ഒരു പോലെ എൻ്റെ ഒരു വീടെല്ലാം കൊടുക്കാന്ന് പറഞ്ഞു. ഒരു നേരത്തെ ഇവന്റെ ഗുരുവിനെ പോലെ മുമ്പ് ആഗ്രക്കച്ചവടം കണ്ടാണെന്നത് എനിക്ക് ലോട്ടറിയാണോ? പണ്ടാണെങ്കിൽ ഞാൻ പറയാനോ മറ്റേ ഓച്ചിറ അമ്പലം നിങ്ങൾ അറിയിക്കും. പണ്ട് ഓച്ചിറ അമ്പലത്തിൽ ബാലരമ വയ്ക്കുന്ന ഒരു കേട്ടുണ്ട്. അത് കണക്കാണ് ബാലരമ എന്ന് പറഞ്ഞത്. അതുപോലെ എന്താ പരിപാടിയാണ്? തെളിഞ്ഞോ ഒരു കള്ള് കൊടുക്കാനിരിക്കണം, കാച്ചി തെളിഞ്ഞ ഒരു കർപ്പൂരാക്ക കൊടുക്കാനിരിക്കണം, കരിപ്പെട്ട കുറച്ച് എങ്ങനെ കൊടുക്കാനിരിക്കുന്നിട്ട് എൻ്റെ ഒരു തെളിഞ്ഞില്ല ഉളഞ്ഞ മോളി കേട്ടില്ല എന്ന് പറഞ്ഞു. ഒരു നേരത്തുണ്ടോ ഒരുപോലെ എങ്ങനെ എൻ്റെ ഒരു ഇതെല്ലാം കൊടുക്കാൻ എൻ്റെ വീടിൻ്റെ ആദ്യം പൂരിയും തീരാതെ നേരത്ത് എന്നോ ഒരു വീടുകളെ ചെയ്ത് പല കൊടുത്തു. ഒരു നേരത്തെ എൻ്റെ വീട്ടിലെ പിശാരടിക്ക് വലിയൊരു ഭീഷണിയാവും തോന്നുന്നുണ്ടോ അണ്ണന്റെ പരിപാടി? പോയി കുത്തി അവളെ നമ്മൾ കേട്ടത് നേരത്തെ എൻ്റെ ഒരു അനത്തുള്ള ചൊല്ലിത്തരാനിക്ക് എൻ്റെ ഒരു അനത്തുള്ള ചൊല്ലിത്തന്നത് നേരത്തെ എൻ്റെ ഇങ്ങനെ കായാകുണി പോലെ അങ്ങനെ മനസ്സിലാകാനേക്ക് എൻ്റെ ഒരു എനിക്ക് ചൊല്ലിത്തന്നത് ഒരു ചൊല്ലും വരുമ്പോൾ ഞാൻ എടുത്ത് വിളയാറ് നേരത്തെ പണ്ഡിതനാണെന്ന് തോന്നുന്നു അല്ലേ? കാരണം പറഞ്ഞെന്ന് തോന്നുന്നു നമുക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ അവിടെ ഇരിക്കുന്ന ജനങ്ങൾക്ക് എന്തുവാ മനസ്സിലായ പോലെ ഇരുന്നേക്കാം. ആ രീതിയിൽ ഇരിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഇതിനകത്ത് വലിയ പ്രത്യേകിച്ച് അർത്ഥമുള്ള കാര്യങ്ങളൊന്നും അല്ല കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി വേറൊരാൾ ദൈവം
ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നതാ? ഇതൊക്കെ ജനങ്ങളെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളാ? ഒരിക്കലുമല്ല. ഇതെല്ലാം ഇതുപോലുള്ള ആൾക്കാർക്ക് മാത്രമേ സാധിക്കൂ, ഇത്രയധികം കഴിവുകളുള്ളൂ. കാരണം ഇന്ന് ഈ ഫാൻ പിടിച്ച് നിർത്തിയതിക്ക് നാളെ നിങ്ങൾ ഹെലികോപ്റ്ററിന്റെ ചിറക് പിടിച്ച് നിർത്തണം. അതിന്റെ അടുത്ത ദിവസമൊക്കെ പോകത്തില്ല, ആ ഒരു ദിവസം കാണുന്നത്. അതിന്റെ അടുത്ത ദിവസം കൈ മാത്രമേ പോയിട്ടുള്ളെങ്കിൽ ഓടുന്ന ട്രെയിൻ ചെന്നൈ മെയിലിന്റെ ഫ്രണ്ടിൽ എങ്ങനെങ്കിലും ഒന്ന് പിടിച്ചു നിർത്താൻ നോക്കണം. ഈ രണ്ട് കാര്യം ചെയ്തൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം അണ്ണന്റെ കാലിൽ വന്ന് ഞാൻ വന്ന് വീഴും. അണ്ണ എവിടാന്ന് വെച്ചാൽ തിരക്കി പിടിച്ചു വന്ന് കാലിൽ വന്ന് വീണ് ആ കഴുകിയ വെള്ളം ഉണ്ടല്ലോ അതെടുത്ത് കുടിക്കും. ചെയ്തു തരാം, സമ്മതിക്കുമോ? ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാവോ? എനിക്ക് മറ്റേ പാത്രത്തിനകത്ത് ആഹാരം കുറച്ച് പൈസ കൊണ്ടുവന്നൊരു ചലഞ്ച് കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും സമയമില്ലാത്തതുകൊണ്ടും നിങ്ങൾ ഏത് ലെഗിന്റെ ബിറ്റ്വീനിലായിരിക്കുന്നത് എനിക്ക് അറിയാത്തത് കൊണ്ടും മാത്രമാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഒന്ന് ചലഞ്ച് ഒന്ന് അക്സെപ്റ്റ് ചെയ്തത് കാണിച്ചാൽ. അപ്പം ജനങ്ങളെ എനിക്ക് പറയാനുള്ള കാര്യം, നമ്മുടെ ഇല്ലായ്മ എന്താണെന്നും ജാതിപരമായ ആക്ഷേപങ്ങളും താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരുടെ ഒരു മനസ്സിൽ തോന്നുന്ന ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ ഇല്ലേ, അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവർ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അതിലൊന്നും പോയി വീഴാതെ അടുത്തോട്ട് വരുമ്പോഴത്തേന് കണ്ണമ്മളൊക്കെ ഒരു അടി കൊടുത്തിട്ടോ അല്ലെങ്കിൽ തുപ്പി, അവർ തന്നെ പറഞ്ഞ പ്രയോഗം തുപ്പിയേറി തൂറിയേറി അങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് ഓട്ടിച്ചു വിടണം. കുറച്ചാകുമ്പോഴത്തേന് പയ്യെ കൊണ്ട് ഇതങ്ങ് ഒതുങ്ങിക്കോളും. ആരും ചെല്ലാതാവുമ്പോഴേ. ആരും ഇല്ലെന്നുണ്ടെങ്കിൽ കാണാനും ആരും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ സംഭവങ്ങളൊന്നും എവിടെയും വളരത്തുമില്ല. അപ്പം ശരി.